മുമ്പ് തടസ്സപ്പെട്ട ABSന്റെ വാർത്താ ബ്രേക്കിംഗ് തുടർന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിപാടിയിലേക്ക് അയച്ചത്. ബാങ്കുകാർ ലോൺ തരും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ ലോൺ എടുക്കുന്ന പൈസ നമ്മുടെ വനിതകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ലോണ് ബാങ്കുകളിൽ തിരിച്ചടവ് വരും അല്ലേ? അതേസമയം നമ്മുടെ ആണുങ്ങളെന്താ തിരിച്ചല്ലോ വരുമോ? അത് ആരും പറഞ്ഞില്ല വരുമോ? ഇത് പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ കാണുമല്ലേ? അങ്ങനല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. നമുക്ക് ബാങ്കുകൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ തരും. അത് കൃത്യമായ ഇടപാടുകൾ നമ്മുടെ ബാങ്കിൽ അടച്ചു തീർക്കുമല്ലേ? നമ്മുടെ പലവിധ ആവശ്യങ്ങൾക്ക് നമുക്ക് വീട് വയ്ക്കാനായാലും നമ്മുടെ മക്കളുടെ കല്യാണത്തിനായാലും നമുക്ക് മറ്റ് സംരംഭങ്ങൾ ചെയ്യുന്നതിനായാലും ഒട്ടനവധി ലോണുകളാണ്, ലക്ഷക്കണക്കിന് രൂപ ലോണുകളാണ് നമ്മുടെ ഈ കുടുംബശ്രീ സംരംഭം വഴി നമ്മുടെ ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ലോൺ കിട്ടുമ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലുള്ള പിന്നെ സബ്സിഡി മുൻപിൽ കണ്ടുകൊണ്ടുള്ള ലോണുകളും മറ്റുമൊക്കെ കിട്ടുന്നത് കൂടെയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ കിട്ടുന്നതൊക്കെ നമ്മുടെ ഈ ദാരിദ്ര്യ ലഘൂകരണം എന്ന് പറയുന്നത് അവിടെ അർത്ഥവത്താവുമല്ലേ? നമ്മുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വനിതകളുടെ വീടുകളും അവരെ ചുറ്റിപ്പറ്റിരിക്കുന്ന ആളുകളുടെയും ഉന്നമനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാണ്. നമ്മളെ ആശ്രയിച്ച് ഒട്ടനവധി പേര് നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബശ്രീയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ അല്ലേ, ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം കുടുംബശ്രീ ഏറ്റെടുക്കുകയും അവിടെ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയല്ലേ. എനിക്ക് വളരെ സന്തോഷം. ഈ കണ്ണഞ്ചൂർ വാർഡിലായിരുന്നു എനിക്ക് മെമ്പർ അടക്കം പാവാടയും ബ്ലൗസും ഇട്ട് നമ്മുടെ സ്കൂളിൽ വന്ന് നമ്മുടെ സുശീല ടീച്ചർ ഇവിടെ പൂവൊക്കെ ഇട്ട് ഹാഫ് സാരിയൊക്കെ ഇടുന്ന് ഞാനവിടെ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ തന്നെ ഞാൻ എത്തിപ്പോയി. കാര്യം ഒരുപാട് വർഷം പിന്നിലേക്ക് പോയതുപോലെ പഠിച്ച സ്കൂളിൽ പോയിരിക്കാൻ ഒരു അവസരം നമുക്ക് കുടുംബശ്രീ ഉണ്ടാക്കി തന്നല്ലേ. നമുക്ക് ഒരിടത്ത് കൂടുന്നതിന് നമ്മുടെ പ്രായവ്യത്യാസം യാതൊന്നും ഇല്ലാതെ നമുക്ക് ഒരിടത്ത് കൂടുന്നതിനും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടി ഒരു 2-3 ദിവസം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമുക്ക് ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആഴ്ചയും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ കുടുംബശ്രീ കൂടുന്നു. ആ കുടുംബശ്രീ കൂടുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബശ്രീയിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെയും വീടുകളിൽ നടക്കുന്ന വ്യത്യസ്ത പിന്നെ കാര്യങ്ങളായിരിക്കും ഈ 10 വീടുകളിലും നടക്കുന്നത്. 10 കുടുംബങ്ങളാണ്. അപ്പോൾ ഈ 10 കുടുംബങ്ങളിലെയും കാര്യം നമ്മുടെ കുടുംബശ്രീക്കകത്ത് സംസാരിക്കുകയും അതിനുൾപ്പെടെ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുകയും നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ ഗ്രൂപ്പുകളിൽ ഒത്തുകൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതല്ലേ. അതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാ? ഇപ്പൊ ആരെങ്കിലും ചെയ്യുന്നതാ? നമ്മൾ പോവും, നമ്മൾ സമ്പാദിച്ച് നമ്മൾ അരമണിക്കൂർ പോലും നമ്മളവിടെ ചെലവഴിച്ചില്ല. ഇങ്ങോട്ട് വരും, ആരാ സെക്രട്ടറി മുക്കടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നമ്മുടെ സമ്പാദ്യം അങ്ങ് ഏൽപ്പിക്കും. അപ്പൊ അവിടെ ജോലി ഇരുന്നു സമ്പാദ്യം ഏൽപ്പിച്ച് ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കും. ശരി, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഞാനിതാ പോകുന്നു. അപ്പം നമ്മൾ പോയതിനു ശേഷമായിരിക്കും അറിയുന്നത് നമ്മുടെ കുടുംബശ്രീ അംഗത്തിന്റെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടായെന്ന് പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത്. എന്നാൽ നമ്മളവിടെ ഒത്തുകൂടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സ്വകാര്യ ചർച്ചയ്ക്കിടയിൽ സംസാരിക്കുകയും അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മറ്റ് ആൾക്കാർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ ഒരു കാലത്ത് പിന്തിരിപ്പിച്ചിരുന്ന പുരുഷന്മാർക്കടക്കം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതികൂല സാഹചര്യമാണ്, ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതോടൊപ്പം നിങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നാട്ടിലെ ഇതുപോലുള്ള മികച്ച വിദ്യാഭ്യാസത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ച നമ്മുടെ വിദ്യാർത്ഥികളെയും പിന്നെ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളും കൂടിയാണ് നിങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം തന്നെ നമ്മളെ വീട്ടിലുള്ള മക്കളാണ്. ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിലും അതുപോലെ +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കളാണ്. അപ്പോൾ നിങ്ങളടുത്ത് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരുമാണ് ഇത്തരത്തിൽ ഇവിടെ കാണുന്ന മൊമെന്റുകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവരോടൊരു ഉത്തരവാദിത്തമുണ്ട്. അവർ നിങ്ങളെ അത്രത്തോളം പിന്നെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ ആദരിക്കുന്നതിന് ഈ ഒരു ADS വാർഷികത്തിന് തിരഞ്ഞെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പോട്ടുള്ള സമയങ്ങളിൽ അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇതിനേക്കാൾ ഉന്നത നിലവാരം
നിങ്ങളെല്ലാവരും തന്നെ ഭാവിയിൽ കടമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ADS വാർഷികത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ കുടുംബശ്രീയുടെ പ്രവർത്തകരെയും കടമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജു അവർകളെ സ്നേഹപൂർവ്വം ചെയ്തു. നമുക്ക് വേദിയിൽ സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഏറ്റവും സന്തോഷകരം, നമ്മുടെ കടമംഗലം ഗ്രാമപഞ്ചായത്തിലെ 27 യൂണിറ്റുകൾ ഈ വാർഡിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വാർഡിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തികളെയും ഇതുമായി കോർത്തിണക്കുവാൻ സാധിച്ചിട്ടുള്ളതിൽ വളരെ സന്തോഷം. അപ്പോൾ ആരും തന്നെ വേറിട്ട് നിൽക്കുന്നില്ല എന്നത് ഏറ്റവും വസ്തുതാപരമായ കാര്യമാണ്. അതിൽ ഏറ്റവും നല്ലൊരു കൈയടി നൽകുകയാണ്. എൻ്റെ വാർഡിൽ 20 ചില വാർഡുകളിൽ 19, 20, 21, 27 ഏറ്റവും കൂടുതൽ 27. അപ്പോൾ ഏറ്റവും നല്ല മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾ കഴിഞ്ഞത് വളരെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നിങ്ങൾ വസ്തുതാപരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്ന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഗ്രാമീണ മേഖലയിലുള്ള ദാരിദ്ര്യ നിയന്ത്രണമാണ് നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ നിർമ്മാർജ്ജനത്തിലൂടെ പൊതുസമൂഹത്തിനാകെ നല്ല ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കുടുംബശ്രീയുടെ അടിസ്ഥാന തത്വം. ആ തത്വം നിങ്ങൾ നടപ്പിലാക്കി എന്നാണ് കണക്ക് പരിശോധിക്കാൻ മനസ്സിലായത്. കാരണം കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിലൂടെ വിനിയോഗിക്കുകയും നിങ്ങളുടെ കുടുംബത്തിനും അതോടൊപ്പം നാടിനാകെ തന്നെ ഒരു വികസന പാതയിലേക്ക് നയിക്കുവാൻ ഈ കടന്നൂർ ADSന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുമ്പോഴും നിങ്ങൾ സംതൃപ്തരാണ്. നിങ്ങൾ വഴി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വാർഷിക വരുമാനം വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസിക്ക് ഒരു സഹായം എത്തിക്കുവാൻ, തൊട്ടടുത്തുള്ള ഒരു വ്യക്തിക്ക് സഹായം എത്തിക്കാനുള്ള മനസ്സും ആ സമ്പത്തും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒന്ന് വിതരണം നടത്തിയാൽ മാത്രം മതി. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തന കാഴ്ച നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്താണ് റിപ്പോർട്ട് അന്വേഷിച്ചത്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ കുടുംബ പശ്ചാത്തലമെല്ലാം തന്നെ വളരെ ഭംഗിയായി നല്ല രീതിയിൽ നിർവഹിക്കുമ്പോൾ നമ്മൾ ഇന്ന് ആധുനികമായി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഉദ്ദേശിച്ചത് നമ്മുടെ മക്കളെ കുറിച്ച് തന്നെ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് 18, 15 വയസ്സുള്ള 2 ആൺമക്കളാണ്. സ്വാഭാവികമായും ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അത്തരത്തിലുള്ള പ്രായം അത് കൂടുതലായിരിക്കും. നമ്മുടെ മക്കളുടെ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ അവർ വല്ലാണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്വാതന്ത്ര്യം അവർ ഇപ്പോഴും പറയുന്നത് സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ, ഞാനും നിങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള തോന്നലിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കളിൽ എത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഞാനാണ്, നിങ്ങളാണ്, മാതാപിതാക്കളാണ്. ഓരോ മാതാപിതാക്കളും മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ രാത്രി ഇറങ്ങി നടക്കുന്നു, വൈകിട്ട് കയറി വരുന്നു, 2 മണി വരെ ഉറങ്ങാതിരിക്കുന്നു, 11 മണി വരെ വെളുപ്പാൻ കാലത്ത് 11 മണി വരെ ഉറക്കെടുക്കാതിരിക്കുന്നു, സ്വന്തം വസ്ത്രം കഴുകാതിരിക്കുന്നു, നമ്മൾ മേശപ്പുറത്തുകൊണ്ട് സാധനം മാത്രം എടുത്ത് കഴിക്കുന്നു, ആ പ്ലേറ്റ് എടുക്കാതിരിക്കുന്നു, ഇഷ്ടമുള്ളവരെ നടക്കുന്നു, ഇഷ്ടമുള്ളവരെ സഞ്ചരിക്കുന്നു. നമുക്ക് അതിനെയൊന്നും നിയന്ത്രിക്കുമ്പോൾ, അതിലേക്ക് നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് അറിവില്ല എന്ന കാര്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്ന ഒരു ഏറ്റവും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എത്തിച്ചേർന്നത്. നിങ്ങൾ കുടുംബശ്രീ വഴി ഉണ്ടാക്കുന്ന ഈ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്കാണ്. അച്ഛൻ, അമ്മ, മക്കൾക്ക് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെയെല്ലാം കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഇല്ലാതെ പോകുന്നു. അപ്പോൾ മിക്ക കുട്ടി എൻ്റെ അടുത്ത് എൻ്റെ മകൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്തറിയാം? 18 വയസ്സായ കുട്ടി ചോദിക്കുക, അച്ഛൻ എന്തറിയാം? ഞങ്ങൾക്കാണ് അറിയാവുന്നതെല്ലാം, ഞങ്ങളാണ് ഈ ലോകത്തിലെല്ലാം കണ്ടുപിടിച്ചത്, ഞങ്ങളാണ് ഈ ലോകത്തെല്ലാം കാണുന്നത്. അതുപോലെ അച്ഛൻ എന്തറിയാം, അമ്മയ്ക്ക് എന്തറിയാം? ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നിങ്ങളും നമ്മുടെ മക്കളെ പോലെ ഫോൺ ഉപയോഗിക്കാൻ അറിയണം. അവരുപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും നമ്മളും പഠിച്ചിരിക്കണം.
അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ ഓടിക്കാൻ പഠിക്കണം. അവരുപയോഗിക്കുന്ന ഡ്രസ്സുകൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അവരെന്താണോ ചെയ്തത്, കുട്ടികൾ എന്താണോ ചെയ്തത് അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കുട്ടികൾ അമ്മയ്ക്ക് എന്തറിയാം, അച്ഛൻ എന്തറിയാം ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോൾ നഷ്ടപ്പെട്ടോ അവിടെയാണ് നമ്മുടെ കുട്ടികൾ വേറൊരു രൂപത്തിലേക്ക് പോകുന്നത്. അവരെ അച്ഛനും അമ്മയും കൊള്ളാത്തവരായി അല്ലെങ്കിൽ കഴിവില്ലാത്തവരായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ എനിക്കൊരൊറ്റ സന്ദേശമേ നൽകാനുള്ളൂ. നമ്മുടെ മക്കൾക്ക് എന്തറിയാവോ അത് നമ്മുടെ രക്ഷകർത്താവിനും അറിഞ്ഞിരിക്കണം. ഒന്നുകിൽ രക്ഷകർത്താവ് അറിഞ്ഞിട്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും, അറിഞ്ഞില്ല എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ എന്നൊരു വാക്ക് ഇനി മേലെ ഒരു രക്ഷകർത്താവ് ഉണ്ടാകാൻ പാടില്ല. കുട്ടിക്ക് എന്തൊക്കെ അറിയാം, കുട്ടി ഒരു 18 വയസ്സായ കുട്ടിക്ക് എന്തെല്ലാം അറിയാം, ആ കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം പിതാവിനും സ്വന്തം മാതാവിനും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ആ പഠിച്ചിട്ട് അവരെ മുമ്പിൽ കാണിക്കണം. അപ്പോൾ പറയും അച്ഛനറിയാമോ അമ്മയ്ക്കറിയാമോ. അതാണ് ഏറ്റവും ഒരു സന്ദേശം. അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അറിയാമല്ലോ. ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നില്ല. ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് കുടുംബശ്രീ വഴി 90,000, 50,000, 1 ലക്ഷവും അല്ലെങ്കിൽ 10 ലക്ഷവും കൊണ്ട് വീട്ടിൽ ചെന്നാൽ നമ്മളെ പിൽക്കാലം സംരക്ഷിക്കേണ്ട മക്കൾ വേറൊരു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഗുണം? നമ്മൾ ഈ കഷ്ടപ്പെടുന്ന പണത്തിനെന്ത് മൂല്യം? നമ്മൾ അവസാന നിമിഷം വരെയും കിടന്ന് അധ്വാനിച്ച് നമ്മുടെ എല്ലാം ശരീരവും വസ്ത്രവും മുഷിയും എല്ലാം നശിച്ചതിന് ശേഷവും മക്കളും നന്നാവൂല, നമ്മളും നന്നാവൂല. ദൈവം എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളാണത്. നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അങ്ങനെ പറഞ്ഞു അതിന് ഏറ്റവും വലിയ ഉത്തരവാദി രക്ഷകർത്താക്കൾ തന്നെയാണ്. ദയവായി രക്ഷകർത്താക്കൾ ബന്ധങ്ങൾ എന്താണെന്നും സമൂഹം എന്താണെന്നും വന്ന വഴികൾ എന്താണെന്നും എങ്ങനെയാണെന്നെല്ലാം ചെറുതിനെ പോലെ കുട്ടികളെ പഠിപ്പിച്ച് ആ രൂപത്തിലേക്ക് പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. അതല്ലാതെ വരും തലമുറയിലേക്ക് നമുക്ക് ഒരു രക്ഷകർത്താവിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യമായി പറയാം, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും അവസാനം. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം അറിയണം. നമ്മൾ ഫോൺ ഉപയോഗങ്ങളെല്ലാം അറിയണം, വണ്ടി ഓടിക്കാൻ അറിയണം, സ്കൂട്ടർ ഓടിക്കാൻ അറിയണം, വാഹനം ഓടിക്കാൻ അറിയണം, പ്ലെയിൻ പറപ്പിക്കാൻ അറിയണം. നമ്മൾ എന്നും അറിയണം. ഒരു കുട്ടിയേക്കാൾ മികച്ച് നമുക്ക് രക്ഷകർത്താവ്. അപ്പോൾ എനിക്ക് ചങ്ങൂരെടുത്ത് പറയാൻ പറ്റും, നിന്നെ കൈകാര്യം എനിക്കറിയാമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് കാണിക്കുന്നുണ്ട്. അല്ലാതെ കുട്ടികൾ രക്ഷകർത്താക്കൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ കൊച്ചത്തിനൊന്നും അറിയില്ല, സമൂഹത്തിനൊന്നും അറിയില്ല, മാമിക്കൊന്നും അറിയത്തില്ല, മാമനൊന്നും അറിയത്തില്ല, എനിക്കാണെല്ലാം അറിയാവുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്നേ മുതൽ പഠിച്ച് അവരോടൊപ്പം എത്തണമെന്നൊരു എളിയ ഒരു അക്ഷരത്തിനോട് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ. ഈ യോഗത്തിന് ആശംസ പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൂടുതലൊന്നും സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ കുടുംബശ്രീയുടെ ADSന്റെ വാർഷികത്തിനോടനുബന്ധിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുകയാണ്. മാത്രമല്ല, കാരണം നമ്മുടെ ഇത്രയും കുടുംബശ്രീ ഉണ്ടെന്ന് പറഞ്ഞു എങ്കിലും ജനപങ്കാളിത്തം കുറവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ തന്നെ ഈ ഹാള് ഒതുങ്ങില്ല. വേറെ പ്രതികൂല കാലാവസ്ഥയായും പിന്നെ മാത്രമല്ല ഇപ്പോൾ പനി ഒരുപാട് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പനി മൂലം ഒരുപാട് പേര് വരാതിരിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ എത്തിച്ചേർന്നവർക്കെല്ലാം എൻ്റെ എല്ലാവിധമായ ആശംസയാണ്. പിന്നെ കുടുംബശ്രീ എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇതിനു മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ഈ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആയാലും, അതായത് നമ്മുടെ വീട്ടിലെ, അതായത് നമ്മൾ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നമ്മുടെ സ്ത്രീജനങ്ങൾ വെളിയിലിറങ്ങി ഒരു സംസാരിക്കാനും അല്ലെങ്കിൽ ബാങ്കിൽ പോകാനും നമുക്ക് എല്ലാത്തിനും മടിയായിരുന്നു അല്ലേ. നമ്മൾ ബാങ്കിൽ പോകാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ പോയി ഒന്ന് അക്കൗണ്ട് എടുക്കാൻ മടി, അല്ലെങ്കിൽ അവിടെ ചെന്ന് പൈസ അടയ്ക്കുന്നതിനുള്ള ഫോം പൂരിപ്പിക്കാനൊക്കെ നമുക്ക് വായിക്കാനും ഒക്കെ അറിയാം. എങ്കിൽ തന്നെ നമുക്കൊരു മടിയായി, ഇത് എന്തായിരിക്കും ഇവിടെ എഴുതാനുള്ളത് എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പോയി ഫോമൊക്കെ പൂരിപ്പിക്കാൻ പഠിക്കുകയും അവരോട് സംസാരിക്കുവാനായിട്ട് നമുക്കൊന്ന് കഴിവുണ്ടായി. അങ്ങനെ പലവിധം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മുടെ സ്വഭാവവും നമ്മുടെ ഒരു വ്യക്തിത്വം തന്നെ നമ്മളൊന്ന് മാറ്റിമറിക്കുകയുണ്ടായിരുന്നു. വീട്ടിലൊന്നും കൂടി ഇരുന്നവരിൽ നിന്നും നമ്മൾ മാറി. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും ഇപ്പൊ വൈസ് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ വിമാനം പറപ്പിക്കാൻ പോയില്ലെങ്കിലും കുറച്ചൊക്കെ വിമാനം ഇതിലേക്കൂടെ പറക്കുന്നെങ്കിലും അറിഞ്ഞിരിക്കും. അതെ, കുറച്ചൊക്കെ നമ്മൾ ഒന്നുകൂടെ കൂടെ ഒന്ന് മാറി അല്ലേ. നമ്മൾ കുറച്ചൊക്കെ
ഒക്കെ ഉള്ളൂ, അത് മാറ്റണം നമ്മുടെ സ്വഭാവത്തിൽ. സ്കൂട്ടിയൊക്കെ ഓക്കെ, കാറും ഒക്കെ ഓക്കെ, വാഹനമൊക്കെ ഇല്ലതിനെ കൊണ്ടും നടക്കില്ല. എന്നിരുന്നാൽ തന്നെയും കുറച്ചൊക്കെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഭാവത്തിലും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു, കാരണം ഇപ്പോഴും ഒതുങ്ങിക്കൂടുന്ന ജനങ്ങളെ ഞാൻ കാണാറുണ്ട്. കാരണം ഒരു എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അയ്യോ എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും തന്നെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ തന്നെ എന്തെല്ലാം അവസ്ഥകൾ പറയുന്ന ആൾക്കാരെയാണ് ഞാൻ കാണാൻ കഴിയും. അയ്യോ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല, എനിക്ക് ഇവിടെ നിന്ന് വേവിക്കാം. ഞാൻ ഉൾപ്പെടെ, ഞാൻ നേരത്തെ വരണമെന്ന് പറഞ്ഞിരുന്നത് ഇവിടെ പോലും ഞാൻ സത്യം പറയാമല്ലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ശാരീരികമായിട്ട് അസ്വസ്ഥത ഉള്ളത് കൊണ്ടും ഇന്ന് എൻ്റെ വീട്ടിലെ ആഹാരം വേവിക്കാൻ തന്നെ ഇതിൽ താമസിച്ചു. അത് കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു താമസവും നേരിട്ടു. അപ്പൊ അതേപോലെ ഓരോരുത്തരും ഓരോ അവസ്ഥകളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ വീട്, കുടുംബം, മക്കൾ എന്ന് നമ്മൾ ഒതുങ്ങിക്കൂടുന്നതിനപ്പുറം തന്നെ നമ്മൾ ഇതിലൂടെ കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഒരു എന്തുവാ ഒരു ജീവിത പുരോഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഓരോരുത്തർ അവരവർ തന്നെ വിചാരിച്ചാലേ അവരവരെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാ? നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ് അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അതായത് ഫുൾ A+ മേടിച്ച കുട്ടികളാണ്. അതോടൊപ്പം തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള ഈ വാർഡിലുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ ആശംസ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ച് വിജയം കൈവരിച്ചിരിക്കുന്നത്. പിന്നെ തുച്ഛമായ മാർക്ക് കൊണ്ട് ഓരോ വിഷയങ്ങളും കിട്ടാത്ത കുട്ടികൾ കാണും. കാരണം അത് അവര് ഇച്ചിരൂടെ ശ്രമിച്ചിരുന്നു എങ്കിൽ അവർക്ക് കിട്ടിപ്പോയേനെ. പക്ഷെ അതൊരു ചെറിയൊരു അശ്രദ്ധയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞെങ്കിലും കാലാവസ്ഥ കാരണമായിരിക്കും അവർക്കും ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ഭാവി നിങ്ങൾക്ക് ശോഭനമാകട്ടെ. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതൊക്കെ കണ്ടില്ലയോ, മക്കളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. മക്കള് എന്ത് ചെയ്യണം? നല്ല കുട്ടികളാവണം. പഠിത്തത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും നല്ല വ്യക്തിത്വങ്ങൾ, അവനവനുള്ള വ്യക്തിത്വങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് ഏവരും ശ്രമിക്കണം. അപ്പൊ ഈ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. കൂടുതലൊന്നും പറയുന്നത് ഇത് തന്നെ അധികമായെന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ പകുതി നമ്മളോട് സംബന്ധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കാറ്റും മഴയും പ്രതികൂലമായത്. അതുകൊണ്ട് പകുതി വഴിക്ക് നിർത്തിയിട്ടുള്ള സംസാരമുണ്ട്. തുടർന്ന് സംസാരിക്കുന്നതിന് നമ്മളെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മുമ്പായി ശ്രീജോടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ADSലെ അംഗങ്ങൾ, പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ മിഷനിൽ നിന്നും വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDS. കഴിഞ്ഞ ഭരണസമിതിയിലും എല്ലാ വാർഡുകളിലും പോകുന്നതിനും അതുപോലെ തന്നെ വാർഡുകളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾക്കും എല്ലാ CDS മെമ്പർമാരും എന്നോടൊപ്പം നിന്നിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ ഒരു ഭരണസമിതി വന്നപ്പോഴും നമ്മളെ എടുത്തു പറയുമ്പോൾ നമ്മുടെ കണ്ണങ്കോട് വാർഡിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ജില്ലാ മിഷനിൽ നിന്നും അറിയിക്കുന്ന പ്രോഗ്രാമുകൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഏറ്റവും ഭംഗിയായി ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് കണ്ണങ്കോട് വാർഡിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതൊരു പ്രോഗ്രാം ആയാലും അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെന്താ, നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഈ വാർഡിൽ നിന്നും കിട്ടുന്നത്. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ഒക്കെ സൂചിപ്പിച്ചു, നമ്മളൊക്കെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെ ഒരു വാർഡിലെ ഒരു റിപ്പോർട്ടായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മളൊക്കെ ലോൺ എടുക്കുമ്പോൾ മക്കൾ, കുടുംബം, ഇങ്ങനെയാണ് നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തി ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ ലോൺ എടുക്കുന്ന പൈസയിൽ നിന്നും ആത്മാർത്ഥമായി കൈവച്ച് നിങ്ങൾ നെഞ്ചിൽ വെച്ച് പറയണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും കുറച്ച് പൈസ മാറ്റിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ അവരെല്ലാം ടൂറിന് പോയ പിന്നെ ആരെ പൈസ കൊണ്ടാന്ന് ചോദിച്ചു നോക്കിയേ. ശരി, ഓക്കെ. അപ്പൊ ചേച്ചിയുടെ ഒരു മനസ്സിന്റെ ഒരു പക്വത കൊണ്ടും
ലോകം കണ്ട ഏറ്റവും വലിയ ഒരാളായതുകൊണ്ടൊക്കെ അതല്ല, അത് ഞാൻ പറയാം. ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മള് സാധാരണ സ്ത്രീ എന്ന ഒരു നിലയിൽ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും നമ്മുടെ നല്ല ഒരു കാലം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു 45 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ശേഷികളും പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയാൽ 45 വയസ്സിൽ നിന്ന് നമുക്കൊരു പ്രായമല്ല, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാം. ഇപ്പൊ 40-30 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് മുട്ടുവേദനയും ശാരീരിക വേദനയും ഒക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി ഇന്ന ഒരു സ്ഥലത്ത് പോയി എനിക്ക് കുറച്ച് ദിവസം നിൽക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു ഫുഡ് കഴിക്കണം, ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റ് മൊത്ത് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം, നമ്മൾ എന്തെല്ലാം അവിടെ പ്രതിസന്ധികൾ നമ്മൾ നേരിടും അല്ലെ. പക്ഷെ നമ്മുടെ വീട്ടിലെ ഒരാൾ പുറത്തു പോകണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ അവർക്ക് കൊടുക്കാറില്ല. ഭർത്താവ് ഇന്നിപ്പം എവിടെയെങ്കിലും ടൂർ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുപ്പ് വരെ തേച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ നമ്മളൊന്ന് പോയെന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പൊ ഈ അവസ്ഥ ഈ 27 വർഷം കുടുംബശ്രീ സംവിധാനം വന്ന് എന്നാ ചോദിക്കും, ഇത് മാറാനാണോ നമ്മൾ കുടുംബശ്രീ എന്ന് ചോദിക്കും. അല്ല, എല്ലായിടത്തും എത്തി എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും പുറകോട്ടാണ്. അപ്പൊ ഇനിയുള്ള സമയമെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മളെ മക്കളോട് ഇപ്പം കാലം അല്ലെങ്കിൽ സമൂഹം വളരെ മോശമാണ്. നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും അകറ്റുന്നതിനും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വില കുറച്ച് കാണിക്കുന്നതിനും വളർന്നു വരുന്ന സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വെളിയിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ അച്ഛനെയും അമ്മയെയും. ഇപ്പൊ ഇവിടെ മെമ്പർ പറഞ്ഞു നമ്മള് മക്കൾക്ക് മുന്നേ പഠിക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തറിയാം? നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് നമ്മുടെ കുട്ടിക്ക് തോന്നരുത്. ഇതെല്ലാം എനിക്കറിയാം എന്നുള്ള ഒരു ചിന്ത വേണം. ഇന്നലെ ഞാൻ കടയ്ക്കൽ CDS ഒരു കുട്ടികളുടെ ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. അവസാനത്തെ നിമിഷം അവർക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സത്യം പറഞ്ഞാൽ കുട്ടികൾ പൊട്ടി കരയുക ചെയ്തത്. ഇന്നലെ അവരുടെ മനസ്സിന്റെ ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ആ ക്ലാസ്സിലൂടെ സഞ്ചരിച്ച ആ സമയത്ത് കുട്ടികളോട് ഞാൻ അമ്മയുടെ കാര്യം ചോദിച്ചു, അച്ഛന്റെ കാര്യം ചോദിച്ചു, നമ്മുടെ വീട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്താ ചെയ്തതെന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മുതിർന്നവരോട് പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും വിഷമം വന്നു. 5 കുട്ടികളാണ് ഈ ക്ലാസ് തീർന്നിട്ടും അവരുടെ സങ്കടം അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ ADS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ പൈസ നമുക്ക് സമ്പാദ്യമായിട്ട് എടുക്കാനും ലോണായിട്ട് എടുക്കാനും മാത്രമല്ല, നമ്മുടെ അടിയിലുള്ള കുട്ടികളെ ചേർത്ത് നിർത്തി സംസാരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് പൈസ പിരിക്കാൻ മാത്രമുള്ളതല്ല. നമ്മുടെ അയൽപക്കത്തുള്ള കുട്ടികളെയും അതുപോലെ തന്നെ കുറച്ച് വിഷമമുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ കുടുംബശ്രീ. അപ്പൊ ഈ ADSന്റെ നമ്മുടെ 2ാമത്തെ വാർഷികത്തിലും കഴിഞ്ഞ നമ്മുടെ മേഡേ സ്കൂളിൽ വെച്ച് നടന്ന വാർഷികത്തിലും എന്നെ വിളിച്ചിരുന്നു. ഈ വാർഷികത്തിലും എന്നെ വിളിക്കുകയും ഇന്ന് എനിക്ക് 2-3 പരിപാടികൾ ഉണ്ടായിരുന്നു മാറ്റിവെച്ചിട്ട് ഏറെ സന്തോഷത്തോടു കൂടി കണ്ണങ്കോട് ഈ ADSന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്ന കണ്ണങ്കോട് CDS മെമ്പറിനോടും വാർഡ് അംഗങ്ങളോടും എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് കുട്ടികളെ ആദരിക്കലാണ്. അമ്മായിക്കാൻ കൊടുത്തു. പ്രതിഭകളെ ആദരിക്കലാണ് നടത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ SSLC ഫുൾ A+ വാങ്ങിയ മിടുക്കന്മാരെയും മിടുക്കികളെയും ആദരിക്കുകയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു.
തിരിഞ്ഞതില്ല തിരിഞ്ഞു അവിടെ നിന്നിട്ട് കറക്റ്റ് തന്നെ ആർജയ സുന്ദി പൈസ ഈ മൈക്ക് എടുത്താൽ അടുത്തതായി SSLC പരീക്ഷയിൽ ഫുൾ A+ മേടിച്ച മിടുക്കി കുട്ടിയായ റിയ ഫാത്തിമ. അഞ്ചേച്ചി പുറത്തോട്ട് കണ്ണങ്കോടിന്റെ അഭിമാനമായ മിടുക്കൻ ആരോമൽ. നമ്മുടെ പ്രിയങ്കരിയായ ADSന്റെ സെക്രട്ടറി മകന് ഫുൾ A+ മേടിച്ചതിന്റെ സന്തോഷത്തില. അപ്പൊ ഫുൾ A+ വാങ്ങി ജയിച്ച് നമ്മുടെ അഭിമാനമായി മാറിയ ഫർഹാൻ മുഹമ്മദ്. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ യുസ്മി MS മിടുക്കി. SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച ആമിനയെ. +2 പരീക്ഷയിൽ നമ്മുടെ അഭിമാനമായി മാറിയ നീരജ കൃഷ്ണ. അതുപോലെ തന്നെ +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ലഭിച്ച പകരൊരാളാണ്. അങ്ങനെയാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്ഷര +2 പരീക്ഷയിൽ ഫുൾ A+ മേടിച്ച് ഇടുക്കി. അതുപോലെ തന്നെ +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ ജൗഹർ. തിരിഞ്ഞ് 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 എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് വിതരണമുണ്ട്. സംതൃപ്തി ഗ്രൂപ്പ് സംതൃപ്തിയിൽ നിന്നാണ് വന്നിട്ടുണ്ടാണ്. മഹാവിഷ്ണു വന്നിട്ടില്ലേ? ഈ യോഗത്തിന്റെ കൃതജ്ഞത അവതരിപ്പിക്കുന്നതിന് വേണ്ടി സുശീലച്ചു തുടക്കം കൊടുക്കോ അല്ലെങ്കിൽ നമ്മുടെ യോഗം
ചായ ഉള്ള പാഴ്സലുണ്ട്. വിളിക്കാതെ വന്നേ, ഞങ്ങൾ വിളിച്ചായിരുന്ന. ഭയങ്കര കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ അടുക്കളയിലെ വീട്ടിന് വെളിയിലോട്ട് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ സ്കൂളിൽ വരെ പോകും. വീണ്ടും അധ്യാപികയാണെങ്കിൽ അവിടുത്തെ അവർ കുട്ടികളെ കൊണ്ടൊന്ന് വെളിയിലോട്ട് സ്കൂളിൽ പോകാനോ എന്തെങ്കിലും. പക്ഷെ ഇന്നത് മാറി കുടുംബശ്രീയിലൂടെ വന്ന് തൊഴിലുറപ്പിൽ വന്ന് ഇന്ന് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് അടിച്ചു കൊടുക്കാൻ പറ്റുന്നല്ലേ. എല്ലാവരും അടിച്ചു പൊളിച്ച് എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പൊ അങ്ങനെ സമ്പർക്കം വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ മറ്റൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതിൽ പങ്കെടുത്ത് ഈ യോഗം ഉൾക്കാൻ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഭയങ്കര മഴ തുടങ്ങിയതേ ഉള്ളൂ, ഇനി വരാതിരിക്കും. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ ഈ യോഗം ഉൾക്കാൻ കുട്ടികളാണ് അവരെനിക്ക് ചായ ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് സ്കൂളിൽ പോകണം. പൈസ പൈസ ആ മൈക്കിന് ഒരു മൈക്കിന് ചടയമംഗലം പഞ്ചായത്തിലെ കണ്ണങ്കോട് വാർഡിലെ കുടുംബശ്രീ ADSന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.